എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വ്യക്തിത്വ വൈകല്യാവസ്ഥയ്ക്കുള്ള ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് മൊഡാലിറ്റി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ പേരാണ് ട്രാൻസ്ഫറൻസ് ഫോക്കസ്ഡ് സൈക്കോതെറാപ്പി അഥവാ TFP. നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ നിങ്ങൾക്ക് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് കണക്കാക്കുന്ന, അതായത് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഏറ്റവും നല്ല തെറാപ്യൂട്ടിക് മൊഡാലിറ്റികളിൽ ഒന്നായി കണക്കാക്കുന്ന ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയെ പരിചയപ്പെടുത്തുകയുണ്ടായി. സോ DBT എന്ന് പറയുന്നത് ബിഹേവിയറൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ കീഴിലുള്ള, അതായത് ബിഹേവിയറിസം എന്ന് പറയുന്ന സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളുകളെ ആധാരമാക്കിയിട്ടുള്ള ഒരു തെറാപ്പിയായിരുന്നു. അതിൽ കൂടുതൽ ഡയറക്റ്റീവായിട്ടുള്ള, പേഷ്യൻസിന് കൂടുതൽ നിർദ്ദേശങ്ങളും വളരെ ഹോംവർക്കുകളും മറ്റൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു തെറാപ്യൂട്ടിക് മൊഡാലിറ്റി ആയിരുന്നു DBT എന്ന് പറയുന്നത്. അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു കുറച്ചും കൂടിയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് മൊഡാലിറ്റിയാണ് ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് സൈക്കോഡൈനാമിക് സ്കൂൾ ഓഫ് തോട്ടിനെ ആധാരമാക്കിയിട്ടുള്ളതാണ്. സൈക്കോഡൈനാമിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ. സോ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോതെറാപ്പിയിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഡിഫൻസ് മെക്കാനിസംസ്, അതുപോലെ തന്നെ നമ്മളുടെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള തിയറികളെയൊക്കെ ആധാരമാക്കിയിട്ട് അതിൽ തന്നെ ഒബ്ജക്റ്റ് റിലേഷൻസ് തിയറിയും മറ്റും ഒക്കെയും പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് ഒരു തെറാപ്പിസ്റ്റിന് പേഷ്യൻ്റായിട്ടുള്ള ട്രാൻസ്ഫറൻസും അല്ലെങ്കിൽ പേഷ്യൻ്റ് തെറാപ്പിസ്റ്റായിട്ടുള്ള ട്രാൻസ്ഫറൻസും അതിൻ്റെ കൗണ്ടർ ട്രാൻസ്ഫറൻസിനെയും മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് അതിനെ കൂടുതൽ ആഴത്തിലറിഞ്ഞ് തെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ട്രാൻസ്ഫറൻസ് ഫോക്കസ്ഡ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്കുകളുള്ള ഒരു പേഷ്യൻറ്റിലാണ് അഥവാ ക്ലയൻറ്റിലാണ്. പേഷ്യൻ്റ് ആൻഡ് ക്ലയൻറ്റ് ആർ ഇൻ്റർചേഞ്ചബിൾ വേർഡ്സ് ഫോർ മീ, സോ ഐ വിൽ ബി യൂസിങ് ഐദർ പേഷ്യൻറ്റ് ഓർ ക്ലയൻറ്റ്. സോ ഈ ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്വാളിറ്റീസ്, താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് വളരെ ആവശ്യകമാണ്. ഒരു മീഡിയം ലെവൽ, അതിന് മുകളിലുള്ള ഒരു ഇൻ്റലിജൻസ് അനിവാര്യമാണ്. പ്രശ്നങ്ങളെ ആധികാരികമായും അതുപോലെ തന്നെ ആഴത്തിൽ അവഗണിക്കാനും ഉള്ളിലോട്ട് ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതിലേക്ക് സ്വയം ഉള്ളിലോട്ട് എത്തി നോക്കാനായിട്ടുള്ള ഒരു കഴിവും പ്രവണതയും നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അത്യാവശ്യം നല്ല കഴിവുണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ റിഗ്രസീവ് ആവാത്ത ലെവലിൽ ഉള്ളൊരവസ്ഥയായിരിക്കണം. വളരെ റിഗ്രസീവായിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉതകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മാർഷലിനൻ അവതരിപ്പിച്ചിട്ടുള്ള ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയാണ്. സോ അത്തരത്തിലുള്ളൊരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി റിക്വസ്റ്റ് ചെയ്യാം. നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ഓൾറെഡി നമ്പർ ഓഫ് വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ആൻഡ് സീ ദോസ് വീഡിയോസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്, ഈ വീഡിയോ എന്ന് പറയുന്നത് ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പിയെ കുറിച്ചിട്ടാണ്, വിച്ച് ഈസ് ബേസിക്കലി ബേസ്ഡ് അപ്പോൺ സൈക്കോഡൈനാമിക് സ്കൂൾ ഓഫ് തോട്ട്. സോ നമുക്ക് നോക്കാം. ഈ തെറാപ്പിയെക്കുറിച്ച് അറിയുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഈ തെറാപ്പി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ തെറാപ്പിയുടെ തിയററ്റിക്കൽ അണ്ടർപിന്നിങ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ലെറ്റ്സ് സി. ആൻഡ് അത് മനസ്സിലാക്കുന്നത് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം. അത് നിങ്ങളുടെ പ്രശ്നത്തിന് തന്നെ കൂടുതൽ ആഴത്തിലും അതുപോലെ തന്നെ പൂർണ്ണതയോടും കൂടി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ സൈക്കോഡൈനാമിക് അണ്ടർസ്റ്റാൻഡിങ്, ഈ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സൈക്കോഡൈനാമിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെ ബൃഹത്തായതും വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. നിങ്ങൾക്കത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു തേർഡ് പേഴ്സൺ രീതിയിൽ നോക്കിക്കണ്ട് അതെങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന. സോ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഡയറക്ട്ലി ഡീൽ ഇൻടു ദ തിയററ്റിക്കൽ പാർട്ട് ഓഫ് ദ ട്രാൻസ്ഫറൻസ് ഫോക്കസ്ഡ് സൈക്കോതെറാപ്പി. സൈക്കോഡൈനാമിക് വ്യൂ ഒരു
BPD അനുഭവിക്കുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആളുടെ ഐഡൻറ്റിറ്റിയിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡിവൈഡഡ് സെൽഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് തങ്ങളെയും മറ്റുള്ളവരെയും കാണുന്ന രീതി എന്ന് പറയുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതും ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ ഇവർക്ക് കാണാൻ സാധിക്കാത്തതായിരിക്കും. അതായത് BPD അനുഭവിക്കുന്ന ഒരാൾ അവരെ കാണുന്നതും അതുപോലെ തന്നെ അവരുടെ മറ്റൊരാളെ കാണുന്നതും രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഈ രണ്ട് വ്യത്യസ്ത തലത്തിൽ തങ്ങളെയും മറ്റൊരാളെയും കാണുന്നതിനൊപ്പം തന്നെ ഈ കാഴ്ചപ്പാടുകൾ ഒരേ സമയത്ത് തന്നെ അവർക്ക് അനുഭവപ്പെടാനോ മനസ്സിലാക്കാനോ സാധിക്കാത്തൊരവസ്ഥ. സോ ദാറ്റ് ഈസ് സ്പ്ലിറ്റ്. ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് തങ്ങളെയും മറ്റുള്ളവരെയും നോക്കിക്കാണുന്ന രീതി വ്യത്യാസമാണെന്ന് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അതായത് തങ്ങളെയും മറ്റുള്ളവരെയും നോക്കിക്കാണുന്നത് വേറെ രീതിയിലാണ്, പക്ഷേ ഈ വേറെ രീതി ഒരേ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ എളുപ്പത്തിൽ. പക്ഷെ അങ്ങനെ ഒരേ സമയത്ത് സംഭവിക്കാത്ത കാരണം അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടാത്ത അവസ്ഥയാണ്. സോ ദാറ്റ് ഈസ് ദ സ്പ്ലിറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സണാലിറ്റി ഓർ ദ ഡിവൈഡഡ് പെർസെപ്ഷൻ ഓഫ് സെൽഫ് ആസ് വെൽ ആസ് അതേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവരിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കാണാനായിട്ട് സാധിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നല്ലെങ്കിൽ സൂപ്പർ, അല്ലെങ്കിൽ ഏറ്റവും പൊട്ട, അടിപൊളി അല്ലെങ്കിൽ ഏറ്റവും പൊട്ട. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് മിഡിൽ ഗ്രൗണ്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഒരാളും അടിപൊളിയല്ല അല്ലെങ്കിൽ ഏറ്റവും പൊട്ടയല്ല. പലപ്പോഴും പല ആൾക്കാരെന്ന് പറയുന്നത് ഒരു ഗ്രേ എന്ന് പറയുന്നത് ഒരു മിഡിൽ ഗ്രൗണ്ടിലാണ്. ഇപ്പം നിങ്ങൾ സൂപ്പർ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഐ എം അഗ്രീയിങ് വിത്ത് ദാറ്റ്. ബട്ട് ഒരാൾ സൂപ്പറും അല്ല മോശമല്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ ജീവിച്ചു പോകുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും. സോ അത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഇവരിൽ സംഭവിക്കുന്നത്. ഇനി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ക്ലയൻസ് അഥവാ പേഷ്യൻസിന് അനുഭവപ്പെടുന്ന ഒരു ഡൈലമയാണ്. അവർക്ക് മനസ്സിലുള്ള ഒരു രണ്ട് പ്രത്യേക തരത്തിൽ സംഭവിക്കുന്ന ഒരു ചിന്താരീതിയാണ്. അതായത് ഈ BPD ഉള്ളവർ ഒരാളായിട്ട് വളരെ അടുത്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ് അവരെന്നെ കൺട്രോൾ ചെയ്യുകയാണ്, എൻ്റെ മുകളിലുള്ള കൺട്രോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോവുക, മറ്റൊരാളെ നിന്ന് കൺട്രോൾ ചെയ്യണേ, അതിൽ ഞാൻ ആ കൺട്രോളിൽ എന്നെ വിഴുകിക്കളയും അല്ലെങ്കിൽ ഞാൻ ആ കൺട്രോളിൽ മുങ്ങിപ്പോവും എന്ന തരത്തിലുള്ളൊരു ചിന്ത വരികയും മറ്റുള്ളവരെ തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയും. ഇനി അങ്ങനെ തള്ളി മാറ്റിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ച് മാറി നിൽക്കുന്ന സമയത്ത് അവർക്ക് അവരെ മറ്റുള്ളവർ ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ ഒരു അബാൻഡമെൻറ്റ് ഫിയർ അല്ലെങ്കിൽ അവർ എന്നെ റിജക്റ്റ് ചെയ്ത് എൻ്റെ അടുത്തില്ലാത്തതിൻ്റെ വലിയൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ഫിയർ അവർക്ക് അനുഭവപ്പെടുക ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ഡയലമാറ്റിക്കലായിട്ടുള്ള രണ്ട് സിറ്റുവേഷൻ നിലനിൽക്കുന്നത് മൂലം ഒരു തെറാപ്പിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ആ തെറാപ്പിയുടെ ബന്ധം ആ റിലേഷൻഷിപ്പിൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുന്നു. അതിനുശേഷം അവർ അടുത്ത റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴും സെയിം സംഭവമാണ് സാധിക്കുന്നത്. ഈ ആടി ഉലച്ചിലുകൾ അടുത്താവുമ്പോൾ അവർക്ക് തോന്നും മറ്റുള്ളവർ എന്നെ കൺട്രോൾ ചെയ്യുകയാണെന്ന്. അപ്പോൾ അവർ അകലാനായിട്ട് ശ്രമിക്കും. അകലുന്ന സമയത്ത് അവർക്ക് തോന്നും എന്നെ അബാൻഡൻ ചെയ്ത് എന്നെ ഒറ്റപ്പെടുത്തി ഒഴിവാക്കി പോയേക്കാണ്, അതിലും അതീവമായിട്ട് അവർ വേദനിക്കും. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങ് ആടി ഉലഞ്ഞ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി ആ പല റിലേഷൻഷിപ്പുകളിലും ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈവൻ തെറാപ്പിയിൽ വരുന്ന സമയത്തും ഇനീഷ്യൽ സമയങ്ങളിൽ നമുക്ക് BPD അനുഭവിക്കുന്ന ക്ലയൻസ് ഇതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മനസ്സിലാക്കലുകളും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക, അതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി BPDയിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ട്രാൻസ്ഫറൻസ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ സൈക്കോഡൈനാമിക് സ്കൂൾ ഓഫ് തോട്ട് BPDയിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ടു ബി ലവ് ഈസ് ടു ഫീൽ ദ പെയിൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ. പലപ്പോഴും BPD അനുഭവിക്കുന്ന ക്ലയൻസിൻ്റെ ഒരു ചിന്താരീതിയായിരിക്കും സ്നേഹം എന്ന് പറയുന്നത് വേദന അനുഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് പറയുന്നത്. സോ സ്നേഹത്തിന് വേദന അനുഭവിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ചിന്താഗതിയൊക്കെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ വളരെ പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞോ അറിയാതെയോ കെയോട്ടിക് ആക്കും. എന്തുകൊണ്ടാണ് കെയോട്ടിക് ആക്കുന്നത്? കാരണം സ്നേഹമെന്ന് പറയുന്നത് വേദന അനുഭവിച്ചിട്ട് ശേഷമുള്ള അല്ലെങ്കിൽ വേദനയാൽ നിറഞ്ഞൊരു കാര്യമാണെന്നാണ് അവരുടെ ചിന്താഗതി. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നഭരിതമാക്കിയിട്ട് ആ സ്നേഹം ഒരു പരിധിയിൽ ഒരു പ്രത്യേക രീതിയിൽ ഫീൽ ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമം അവിടെ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ റിലേഷൻഷിപ്പിൽ അവസ്ഥ ക്രൈസിസിലേക്ക് പോകും. അങ്ങനെ അവർ ടു ബി ലവ്ഡ് ഈസ് ടു
ബി ഹേർഡ് എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. ഞാൻ പലപ്പോഴും ബി പി ഡി കൊടുക്കുന്ന ചില ക്ലയൻസിൽ കണ്ടിട്ടുള്ളൊരു പ്രത്യേകതയാണ് അവർ തെറാപ്പിസ്റ്റിനെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യം. സോ നിങ്ങളൊരു പക്ഷേ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. പലപ്പോഴും ബി പി ഡി അനുഭവിക്കുന്ന ക്ലയൻസ് അവരുടെ ജീവിതത്തിൽ മറ്റാരുടെ അടുത്തും അവർ കാണിക്കുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ് ഒരു പരിധിവരെ ആ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിലും അവർ കാണിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളായിട്ടുള്ള ആ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിനെയും പലപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ തെറാപ്പി തുടങ്ങുന്ന സമയത്ത് ബൗണ്ടറീസ് ക്ലിയർ ചെയ്യുകയും എന്താണ് അനുവദനീയമായിട്ടുള്ളത്, എന്താണ് അനുവദനീയമല്ലാത്തത് എന്ന് ക്ലിയർ ആക്കി നിർണ്ണയിക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ് തെറാപ്യൂട്ടിക് ഫ്രെയിമിൽ നിന്നും പേഷ്യൻ്റ് മാറി ചിന്തിച്ചിട്ട് തെറാപ്പിയിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പലപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കാം. തെറാപ്പിക്ക് പ്രീഡിസൈഡ് ആയിട്ടുള്ള സമയത്തിന് ഉപരി അല്ലാത്ത സമയങ്ങളിൽ തെറാപ്പിസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക, പലപ്പോഴും തെറാപ്പിയുടെ ഫീസ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ തെറാപ്പി സെഷൻ മിസ് ചെയ്യുക ചെയ്യുന്നതൊക്കെ. ഓഫ് കോഴ്സ് തെറാപ്പിയുള്ള സമയത്ത് പേഷ്യൻ്റ് വളരെ വൾണറബിളായി അല്ലെങ്കിൽ അവർക്ക് സൂയിസൈഡൽ ചിന്താഗതികളോ അല്ലെങ്കിൽ സെൽഫ് ഹാം ചിന്താഗതികളൊക്കെ വരുന്ന സമയത്ത് തെറാപ്പിസ്റ്റ് അതിനുള്ള കൺസെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ആ പ്രശ്നം അവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ നോർമൽ കോഴ്സ് ഓഫ് രീതിയിൽ പേഷ്യൻ്റ് മുന്നോട്ട് പോകുന്ന സമയത്തും തെറാപ്പിസ്റ്റിനെ അനുവദനീയമായ സമയത്തിലല്ലാതെ കൺസൾട്ട് ചെയ്യുന്ന രീതിയും നമുക്കിവിടെ കാണാവുന്നതാണ്. വീണ്ടും മനസ്സിലാക്കുക, നിങ്ങൾക്ക് സൂയിസൈഡൽ ചിന്താഗതികളോ സെൽഫ് ഹാം ചിന്താഗതികളോ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഷുഡ് കൺസൾട്ട് വിത്ത് യുവർ തെറാപ്പിസ്റ്റിനെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് അവരായിട്ട് കണക്ട് ചെയ്ത് അത് സംസാരിച്ച് അത് എക്സ്പ്രസ് ചെയ്യണം. എന്നാലാണ് അത് മാറ്റിയെടുക്കാൻ സാധിക്കുക. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രീസെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ള തെറാപ്യൂട്ടിക് ടൈം അല്ലെങ്കിൽ പ്ലേസിൽ നിന്നും മാറി തെറാപ്പിസ്റ്റിനെ കാണാനായിട്ടുള്ള ശ്രമം പലപ്പോഴും ഇത്തരത്തിലുള്ള ക്ലയൻസ് കാണിക്കുന്നത് നമുക്ക് കാണാം. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പേഷ്യൻസായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് പല തെറാപ്പിസ്റ്റുമാരും നമുക്കൊരു റിട്ടേൺ കോൺട്രാക്റ്റിലൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഉന്നയിക്കുന്നത് നമുക്ക് കാണാം. എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ ഓൺലൈനിൽ ഒരു ഇൻഫോംഡ് കൺസെൻറ്റ് പൂരിപ്പിച്ച് മേടിക്കുന്നതായിരിക്കും. അതിൽ തെറാപ്പിയുടെ കണ്ടീഷൻസും ബൗണ്ടറീസും ഒക്കെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. സോ അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനത്തെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ബൗണ്ടറി സെറ്റിങ്ങും അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് ഫ്രെയിം സെറ്റിങ്ങും നടത്തേണ്ടത് പെർട്ടിക്കുലർലി ബി പി ഡി അനുഭവിക്കുന്ന ക്ലയൻസിൻ്റെ അടുത്ത് അത്തരത്തിൽ നടത്തേണ്ടത് അനിവാര്യമാണ്. നടത്തുന്നത് പ്രോപ്പർ തെറാപ്യൂട്ടിക് ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് തന്നെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കാര്യം. അത് പേഷ്യൻറ്റിൻ്റെ തെറാപ്പിയിൽ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മാറ്റിയെടുക്കുന്നതിൽ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങൾ തെറാപ്യൂട്ടിക് ഫ്രെയിം സെറ്റ് ചെയ്യാത്ത അവസ്ഥയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ പലതരത്തിലുള്ള ഗ്രാൻഡിയോസിറ്റി ആയിട്ട് കൊലൂഡ് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ഉദാഹരണത്തിന് പലപ്പോഴും പല പേഷ്യൻസിനും അല്ലെങ്കിൽ ചില പേഷ്യൻസിന് കാണാവുന്ന രീതിയാണ്, എനിക്ക് എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ലാതെ അതിന് ഞാൻ നേരിട്ട് മുന്നോട്ട് പോകും എന്ന തരത്തിലുള്ളൊരു ചിന്താഗതി. അത് ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഒരു അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അബദ്ധധാരണയോട് കൂടിയിട്ടുള്ള ചിന്താഗതിയാണ്. അതൊരിക്കലും വെച്ച് പുലർത്താനായിട്ട് അനുവദിക്കരുത്. അൺഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനത്തെ ഒരു കാര്യത്തിന്, അങ്ങനെ ഒരു ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തെറാപ്യൂട്ടിക് ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങനെ ചെയ്ത് നിങ്ങൾ ചില പേഷ്യൻസ് കാണിക്കുന്നൊരു അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളൊരു ചിന്താഗതിയാണ് ഡീവാല്യുവേഷൻ എന്ന് പറയുന്നത്. അവർ ചിന്തിക്കാം, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് തെറാപ്പി ചെയ്താലും ഞാൻ മെച്ചപ്പെടാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ളൊരു ചിന്താഗതി ഉണ്ടായിരിക്കാം. സോ അതും മാറ്റിയെടുക്കാനായിട്ട് തെറാപ്യൂട്ടിക് ഫ്രെയിം വിൽ ഹെൽപ്പ് എലോട്ട്. ഇനി ബി പി ഡി ഉള്ള പേഷ്യൻസ് തെറാപ്പിക്ക് വരുന്ന സമയത്ത് കാണിക്കുന്നൊരു പ്രത്യേക രീതിയാണ് അവർ ഒരു ഒംനിപൊട്ടൻ്റ് തെറാപ്പിസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ തെറാപ്പി അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, തെറാപ്പിസ്റ്റ് എന്നെ ഭേദപ്പെടുത്തിക്കോളും, ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തെറാപ്പിസ്റ്റിനെ ഭേദപ്പെടുത്തിക്കോളും, എല്ലാം ശരിയായിക്കോളും എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അതിന് ഒംനിപൊട്ടൻ്റ് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതും മാറ്റിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 3-4 കാരണങ്ങൾ കൊണ്ട് തന്നെ തെറാപ്യൂട്ടിക് ഫ്രെയിം വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. സോ നിങ്ങളൊരു തെറാപ്പിസ്റ്റ് ആണെങ്കിൽ, ട്രാൻസ്ഫറൻസ് ഫോക്കസ്ഡ് സൈക്കോ തെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്ന തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് എനാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് ഏറ്റവും പാരമൗണ്ട് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ക്ലയൻസിനെ ഭേദമാക്കുന്നതിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
ഇനി ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പി ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് വളരെ ഹൈലി ഇഫക്റ്റീവായിട്ടുള്ള തെറാപ്യൂട്ടിക് മൊഡാലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. 3-ൽ 2 ക്ലയൻസ് കംപ്ലീറ്റ്ലി സിംറ്റംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചു പോകുന്നതായിട്ടാണ് പല പഠനങ്ങളും ഇത് കാണിച്ചിരിക്കുന്നത്. ഇനി കംപ്ലീറ്റ് റെമിഷൻ സാധിച്ചില്ലെങ്കിലും ജീവിതം മാനേജ് ചെയ്ത് ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ തെറാപ്പി എടുക്കുന്ന പല ക്ലയൻസിനും ആയിത്തീരാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അഡാപ്റ്റബിളും ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. പലപ്പോഴും പല അവസ്ഥകൾക്കും കംപ്ലീറ്റ് മാറ്റം ഉണ്ടായില്ലെങ്കിലും ആ പ്രശ്നത്തിനെ മാനേജ് ചെയ്ത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമ്പോൾ അതിനെ സ്വയം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് സഹായം തേടിയെടുത്ത് അതിനെ ലഘൂകരിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് തതുല്യമായിട്ടുള്ള കാര്യമാണ്. സോ അത്തരത്തിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തെറാപ്പി നേടിയെടുക്കാൻ ശ്രമിക്കുക. 2 തരത്തിലുള്ള തെറാപ്പി ഇഫക്റ്റീവായിട്ട് കാണുന്നതാണ്. അതിലൊന്നാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ആസ് വെൽ ആസ് ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പി. ഈ 2 തെറാപ്പിയും ഏത് തരം ക്ലയൻറ്റുകളാണ് സ്വീകരിക്കേണ്ടതെന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കാം. സോ അതുകൊണ്ട് ട്രാൻസ്ഫറൻസ് ഫോക്കസ്ഡ് സൈക്കോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ്. അതായത് തെറാപ്പിസ്റ്റ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ അതിൽ വലിയൊരു പങ്ക് ക്ലയൻറ്റിന് അഥവാ പേഷ്യൻറ്റിന് ഉണ്ട് എന്ന് ബോധിപ്പിക്കുകയും രണ്ടുപേരും കൊളാബറേറ്റീവ്ലി വർക്ക് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് തെറാപ്പി ഫലവത്താകുന്നത്. ഈ അണ്ടർസ്റ്റാൻഡിങ് തെറാപ്പി തുടങ്ങുന്ന സമയത്ത് തന്നെ തെറാപ്പിസ്റ്റ് പേഷ്യൻറ്റിന് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും എന്ന് പറയുന്ന 2 വസ്തുതകളാണ് ഈ ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പിയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും തെറാപ്പിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പേഷ്യൻ്റെ ഭാഗത്തുനിന്നും ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പേഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയാണ് പേഷ്യന് ആവശ്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള മാറ്റം സംജാതമാകുന്നത്. പലപ്പോഴും പേഷ്യനിൽ കാണാവുന്ന ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറൻസുകളാണ് ദേഷ്യം, ഇറിറ്റേഷൻ, ഭയം മുതലായവയൊക്കെ. ഇവയൊക്കെ ഒരു കഴിവുള്ള സ്കിൽഫുള്ളായിട്ടുള്ള തെറാപ്പിസ്റ്റിന് വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുകയും അത് നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് മൂലം പേഷ്യൻറ്റിന് തങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ ആധികാരികമായും ആഴത്തിലും അതിനെ കാമ്പോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയും പതിയെ മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ചില തെറാപ്പിസ്റ്റുമാർ അല്ലെങ്കിൽ പുതുതായിട്ട് രംഗത്തേക്ക് വരുന്ന സൈക്കോളജിസ്റ്റുമാരൊക്കെയും ഇത്തരത്തിലുള്ള പേഷ്യൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളെയും മറ്റുമൊക്കെ അത് ഡിസ്മിസ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന രീതിയാണെങ്കിൽ ഇത്രയും നാൾ പേഷ്യൻ്റ് ആവർത്തിച്ച് വരുന്ന ആ പ്രിമിറ്റീവായിട്ടുള്ള ആ ആദ്യകാലം മുതൽ തന്നെ അവർ ആവർത്തിച്ച് വരുന്ന ആ അനാരോഗ്യപരമായിട്ടുള്ള പ്രവണത രീതികൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോവുക തന്നെയാണ് ചെയ്യുക. സോ അതുകൊണ്ട് ഇത് ആഴത്തിൽ മനസ്സിലാക്കി അതിനെ നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത് തെറാപ്പി മുന്നോട്ട് പോവുകയാണ് ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പിയിൽ ചെയ്യേണ്ടത്. അത് തന്നെയാണ് ആ തെറാപ്പിയുടെ കാമ്പെന്ന് പറയുന്നത്. ഇനി തെറാപ്പിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും കൗണ്ടർ ട്രാൻസ്ഫറൻസും ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പല തെറാപ്പിസ്റ്റുമാർക്കും ഒരു പക്ഷേ തുടക്കത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു കൗണ്ടർ ട്രാൻസ്ഫറൻസ് റിയാക്ഷനാണ് അവരുടെ തെറാപ്പിസ്റ്റിൻ്റെ ഒരു ഒമിനിപൊട്ടൻസി ഇൻ ഡീലിംഗ് ദ ക്ലയൻറ്റ് എന്നൊക്കെ പറയുന്നത്. തെറാപ്പിസ്റ്റ് വിചാരിക്കുകയാണ് ഞാനാണ് ഏറ്റവും കേമനായിട്ടുള്ള സർവശക്തനായിട്ട് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ധാരണയും വളരെ അബദ്ധങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു ധാരണയാണ്. ഇത് പെർട്ടിക്കുലർലി പ്രശ്നമൊക്കെയായി വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് BPD ഉള്ളൊരു പേഷ്യൻ്റ് സൂയിസൈഡാലിറ്റിക്ക് അല്ലെങ്കിൽ സെൽഫ് ഹാമിന് ശ്രമിച്ചു. അതിനുശേഷം തെറാപ്പിസ്റ്റ് ചിന്തിക്കുകയാണ് ഞാൻ അവൈലബിൾ ആയാൽ മാത്രം അല്ലെങ്കിൽ എൻ്റെ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് ആശ്വസിപ്പിക്കാനും ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലയൻറ്റ് നേരെയാവുകയുള്ളൂ എന്നുള്ള തെറ്റായ ചിന്താഗതിയിലൂടെ ഈ ക്ലയൻറ്റിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് വിപരീതമായി നിൽക്കുകയും അല്ലെങ്കിൽ അതിനോട് മുതിരാതെ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻറ്റിന് സപ്പോർട്ട് കൊടുത്ത് ആ പേഷ്യൻറ്റിനെ സമാശ്വസിപ്പിക്കുന്ന രീതി പിന്തുടരുകയും ചെയ്താൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു സഹായം പലപ്പോഴും സൂയിസൈഡാലിറ്റിയുള്ള അല്ലെങ്കിൽ സൂയിസൈഡൽ ബിഹേവിയർ കാണിച്ചതിന് ശേഷം ക്ലയൻറ്റിന് അഥവാ പേഷ്യൻറ്റിന് കിട്ടാതെ പോവും, ഹോസ്പിറ്റൽ അഡ്മിഷൻ ലഭിക്കാതെ പോവും. അതൊരിക്കലും
ഒരു ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേഷ്യൻറ്റിന് സഹായകമായിരിക്കില്ല. അതുകൊണ്ട് തെറാപ്പിസ്റ്റിൻ്റേതായിട്ടുള്ള കൗണ്ടർ ട്രാൻസ്ഫറൻസും മനസ്സിലാക്കി തെറാപ്പിസ്റ്റ് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായിട്ടുള്ള ഒമിനിപ്പൊട്ടൻറ്റ് തോട്ട്സ് ഓഫ് തെറാപ്പിസ്റ്റ് അല്ലേ, അതും മാറ്റിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എങ്കിലാണ് ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ അവസ്ഥയെ അതിൻ്റെ സിംറ്റംസിനെയൊക്കെയും മാനേജ് ചെയ്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ട്രാൻസ്ഫറൻസ് ഫോക്കസ് സൈക്കോതെറാപ്പിയെക്കുറിച്ച് ഇന്ന് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അമർത്തുക. ഇതിനെക്കുറിച്ച് ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, കൂടുതൽ അറിയണമെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതൊക്കെയാണ് ഈ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് എനിക്കുള്ള ഒരു ആശ്വാസവും അല്ലെങ്കിൽ എനിക്കുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.